ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എങ്കിലും ഇന്നും കർത്താവ് നമ്മളെ കൂടി വരുവാൻ അനുവദിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 11ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തെ ഭാഗം. ഇതോടുകൂടെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എത്രയോ മനോഹരമായ ഒരു ഭാഗം. യേശു കർത്താവ് തന്നെ ഏറ്റവും വലിയ അധ്യാപകൻ, തൻ്റെ ഏറ്റവും വലിയ പ്രസംഗിച്ച ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7ാമത്തെ അധ്യായം മുഴുവനായി ഇന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തലക്കെട്ട് കൊടുത്താൽ ജഡ്ജ് റൈറ്റ്ലി, പ്രേ ബോൾഡ്ലി, ബിൽഡ് വൈസ്ലി. അതുകൊണ്ട് നല്ലതുപോലെ വിധിക്കാൻ, ധൈര്യത്തോടെ പ്രാർത്ഥിപ്പാൻ, ബുദ്ധിയോടെ പണിയുവാൻ ദൈവം നമ്മളെ ഈ ഒരു സെഷനിലൂടെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ 3 സെഷനായി എടുക്കേണ്ട ഒരു ഭാഗമാണ്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ സ്പെഷ്യൽ കെസിക് കൺവെൻഷനും ഫാമിലി കോൺഫറൻസും November 26 to 30 തിരുവല്ലയിൽ വെച്ച് നടത്തുകയാണ്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷണറിമാരിൽ പകുതി പേരും 368 പേര്, ടോട്ടലി നമുക്ക് 570 പേരോളം ഉണ്ട്. അതിൻ്റെ പകുതി പേര് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫാമിലി കോൺഫറൻസിൽ പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സെഷനിലും അവരുടെ സാക്ഷ്യങ്ങൾ, വളരെ ശക്തമായ ദൈവപ്രവർത്തികളുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ നല്ലൊരവസരമാണ്. ഇത് once in 10 years നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതർ കേൾക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ദിവസവും കൂടി വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 28, 29 ദിവസങ്ങളിൽ വന്ന് ചേരണം എന്ന് ഞാൻ സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളിൽ പലരും നമ്മുടെ മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരിൽ പലരെയും കാണാനുള്ള ഒരു വലിയ ഒരു അവസരമാണ്. അത് മാത്രമല്ല, അവരുടെ വായിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കണം. ഞാൻ ചിലരുടെയൊക്കെ കഥകളൊക്കെ ഏറ്റു പറയാറുണ്ട് ഇവിടെ ഈ ബൈബിൾ സ്റ്റഡി ഇടയിൽ. അതുപോലൊന്നും അല്ല. അവരെ കാണുവാനും അവരുടെ നേരിൽ അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒരു നല്ല അവസരമാണ്. നിങ്ങൾ ഇതിനു വേണ്ടി സമയം ഒരുക്കി വരണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്ഥലം എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ നമ്മുടെ സാറ്റർഡേ മോർണിംഗ് ഫാമിലി മെമ്പേഴ്സ് കഴിവതും ഇത് മിസ് ചെയ്യാതെ കൂടി വരണം എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താമസ സൗകര്യം വേണമെങ്കിൽ നേരത്തെ അറിയിക്കുക. ഞാൻ ഈ യൂട്യൂബിൻ്റെ താഴെ ഇതിൽ ഞാനൊരു ലിങ്ക് ഇടാം. രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ അക്കോമഡേഷൻ ഓൾറെഡി ഇവിടെ ചുറ്റുമുള്ള ഡോംസ് എല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഫില്ലായി. എങ്കിലും സ്നേഹിതന്മാർക്ക് ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം അറിയിക്കണമെന്ന് ഞാൻ സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അടുത്ത ആഴ്ച ഞാൻ ട്രിവാൻഡ്രത്ത് ഞാനും അപ്പയും കൂടെ ശുശ്രൂഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എനിക്കൊന്ന് അടുത്ത ആഴ്ച ബിഗിനിങ്ങിൽ ബൈബിൾ സ്റ്റഡിയും അപ്പയുടെ കാണും. വെള്ളിയാഴ്ച ദിവസം ദൈവവചനം ഞാനായിരിക്കും ശുശ്രൂഷിക്കുന്നത്. തിരുവനന്തപുരത്തിലെ നമ്മുടെ സഹോദരങ്ങൾ വരാൻ പറ്റുമെങ്കിൽ വന്ന് ചേരുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സ്റ്റഡിയുടെ ഔട്ട്ലൈൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 7ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ വിധിക്കണം, വിധിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് എങ്ങനെ വിധിക്കണം എന്നുള്ളതും കൂടെ ഞാൻ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ശക്തമായ ധൈര്യത്തോടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സുവർണ നിയമം, ദി ഗോൾഡൻ റൂൾ എന്താണ് എന്നുള്ളത് കർത്താവ് നമ്മളെ 12ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു. പിന്നെ കാണുന്ന കാര്യം, ഈ ഇടുങ്ങിയ വഴി, വിസ്താരമേറിയ വഴി, ഇങ്ങനെയുള്ള വഴികൾ, 2 വഴികളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് കർത്താവ് പറയുന്നു. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുന്നു. 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥ ശിഷ്യന്മാർ, കർത്താവ് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഉള്ള ഒരു മുന്നറിയിപ്പ് കർത്താവ് എല്ലാവർക്കും നൽകുന്നു. അവസാനമായി എങ്ങനെ ബുദ്ധിയോടെ പണിയണം എന്നുള്ളത് 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. ഇതാണ് അതിൻ്റെ ഔട്ട്ലൈൻ. വളരെ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സമയം ധ്യാനിക്കാൻ ഓരോ ഭാഗത്തിലുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും 7ാമത്തെ അധ്യായം മുഴുവൻ തീർക്കാനുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആട്ടെ, നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം 7ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Matthew 7:1-6. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്,
നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോല് ഇരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തുകൊള്ളട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ കാൽ കൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തി കളയുകയും ചെയ്യുവാൻ ഇട വരരുത്. ഓക്കെ, ഇവിടെ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്, വിധിക്കരുത്. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ജഡ്ജ് നോട്ട്, അല്ലെ? വിധിക്കരുത്, വിധിക്കരുത്. എന്നാൽ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? വിധിക്കരുത് എന്നാണോ? ഒരു 5-8 വാക്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളാമെന്ന്. അവര് ചെന്നായ്ക്കളാണെന്നും അവര് അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയണമെന്നും വളരെ ശക്തമായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലരും ഈ വിധിക്കരുത് എന്ന് പറയുന്നത് മിസ്കോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തെറ്റായ ഉപദേശം കേട്ടിട്ട് അതിന് നേരെ പ്രതികരിച്ചാൽ ഉടനെ പറയും, യോ, നമ്മൾ ആരും വിധിക്കരുത്, തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ജഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബീങ് ഡിസേണിങ്. തിരിച്ചറിവുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഈ വിധിക്കുക എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ജഡ്ജ്മെന്റൽ ആകരുതെന്നാണ് കർത്താവ് പറയുന്നത്. എന്താണ് ജഡ്ജ്മെന്റൽ? യാതൊരു കാര്യകാരണമില്ലാതെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ എൻ്റെ പേഴ്സണൽ അസംഷൻ കൊണ്ടോ ഞാൻ ഒരാളെ കുറ്റം വിധിക്കരുത് എന്നാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലരും, നമ്മളെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കണ്ണാടികളുണ്ട്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ആളുകളെ നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഒരു ജഡ്ജ്മെന്റൽ മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ കർത്താവ് അതല്ല പറയുന്നത്. നിങ്ങൾ കാര്യകാരണമില്ലാതെ വിധിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ തിരിച്ചറിവ് വളരെ വളരെ അത്യാവശ്യമാണ്. ഉദാഹരണം ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ മകള് വിവാഹപ്രായമായി എന്ന് നിങ്ങൾ വിചാരിക്കുക. എൻ്റെ മകളെ കല്യാണം കഴിക്കുവാൻ ഒരു പുരുഷൻ വന്നിട്ട് എന്നോട് പറയാം, നിന്റെ മകളെ അല്ലെ നിങ്ങളുടെ മകളെ കെട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിക്കോട്ടെ, അവൻ വരുന്ന വിധം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അവൻ വരുമ്പോൾ അവൻ്റെ ഡ്രസ്സ് അവൻ നന്നായിട്ട് ധരിച്ചിട്ടില്ല, മറയ്ക്കേണ്ട വിധം നന്നായിട്ട് മറച്ചിട്ടില്ല. ഇടത്തെ കയ്യിൽ ഒരു സിഗരറ്റും വലത്തെ കയ്യിൽ ഒരു ബ്രാൻഡി കുപ്പിയുമാണ് എന്ന് വിചാരിക്കുക. അവൻ വന്നിട്ട് എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ പറയാ, മോനെ, അവിടാണ് ഗേറ്റ്, വന്ന വഴി നേരെ തിരിച്ചു പൊക്കോളാൻ ഞാൻ പറയും. അപ്പം അടുത്തിരിക്കുന്ന ആള് പറയോ, അയ്യോ, നിങ്ങൾ വിധിക്കരുത്, ഒരിക്കലും വിധിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് കറക്റ്റായിട്ട് വിധിക്കുക എന്നുള്ളത് ഒരു അപ്പൻ എന്നുള്ള നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലയോ? ഫലം കൊണ്ട് വിധിക്കുക എന്നുള്ളത്. പക്ഷെ എന്താണ് ഇത് കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്? നിങ്ങൾ ജഡ്ജ്മെന്റൽ ആകരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സഭയിലേക്ക് ഒരാൾ കയറി വന്നു, അയാൾ മുടി ഇങ്ങനെ പുറയിലേക്ക് കെട്ടിയിരിക്കുക, ഇവൻ മഹാഭാവിയാന്ന് മനസ്സിൽ നിങ്ങൾ ചിന്തിക്കരുതെന്ന്. അതാ കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇങ്ങനത്തെ there is a difference between judging and being judgmental. ഇന്ന് അനേക ദുരുപദേശകന്മാര് എടുത്തുപയോഗിക്കുന്ന ഒരു ഭാഗമാണ് വിധിക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് തോന്നിവാസം വേണമെങ്കിലും പുൾപിറ്റിൽ നിന്ന് നിങ്ങൾ പറയും, നിങ്ങൾ എന്നെ വിധിക്കരുതെന്ന്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അഭിഷക്തന്റെ മേൽ കൈ എവിടുന്ന് വന്ന്, അതായത് ദാവീദ് ശൗലിനോട് പറയുന്ന ഒരു കാര്യം, ശൗലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അഭിഷക്തന് നേരെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ഞാൻ വേണമെങ്കിലും പറയും, നിങ്ങൾ ചുമ്മാതെ മൊണ്ണങ്ങളെ പോലെ കേട്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഈ കർത്താവ് പറഞ്ഞ ഒരു കാര്യവും ഇത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഡിസേൺ ചെയ്യണം. അപ്പൊ ഡിസേൺ ചെയ്യരുതെന്നല്ല കർത്താവ് പറഞ്ഞത്. പക്ഷെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് കൊണ്ടോ ഒരാളുടെ അപ്പിയറൻസ് കൊണ്ടോ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 7:24 കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. ഞാൻ ഇത് നിങ്ങളോട് മുമ്പേ പറഞ്ഞു. ഞങ്ങളുടെ ഒരു ടീംസ് കോൺഫറൻസിലെ എൻ്റെ ഒരു സ്നേഹിതൻ, നല്ല മുടിയൊക്കെ വളർത്തി ഒരു പുള്ളിയായിരുന്നു ഒരു സ്പീക്കർ. പുള്ളിയെ കണ്ട ഉടനെ നമ്മുടെ കൂട്ടത്തിലെ കുറെ പരീശന്മാർ പെട്ടെന്ന് പറഞ്ഞു, മുടി വളർത്തിയ പാർട്ടികളെയും കൊണ്ട് വന്നിരിക്കുകയാണ്, ഇവരെ എല്ലാം പിള്ളേരെ എല്ലാം വഴിതെറ്റിക്കുക. ഈ പുള്ളി
അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഈ നമ്മുടെ ക്യാമ്പിന്റെ ഇടയ്ക്ക് അനേകർ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു. കാരണം പുള്ളി വന്ന വഴിയെക്കുറിച്ച് പുള്ളി പറഞ്ഞു. കർത്താവ് പുള്ളിയെ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് എങ്ങനെ എടുത്തെന്നുള്ള പുള്ളിയുടെ സാക്ഷ്യം ധൈര്യത്തോടെ, ആർക്കും പറയാൻ അത്ര ധൈര്യമൊന്നും കാണത്തില്ല, വളരെ പച്ചയായി അങ്ങ് പറഞ്ഞു. എന്നാൽ അവിടെ ഇരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് ഉള്ളിൽ തട്ടി. അപ്പോ നമ്മൾ എങ്ങനെയാ വിധിക്കുന്നത്? പക്ഷെങ്കിൽ അവന്റെ ഫലം കണ്ടു വിധിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. നാളെ തോന്നിവാസം കാണിക്കുന്ന മുടി വളർത്തിയ പാർട്ടിയാണെങ്കിൽ വിധിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് എങ്ങനെ വിധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹൗ ഷുഡ് വി ജഡ്ജ്? ഒന്നാമത് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഞാൻ വലിയ വിശുദ്ധനാന്നുള്ളൊരു മട്ടുണ്ടല്ലോ, ആ മോഡൽ, അതായത് ഒരു കപടി ഭക്തിക്കാരനെ പോലെ നിങ്ങൾ വിധിക്കരുത്. നമ്മളെല്ലാവരും പാപത്തിന്റെ ചെയിൻ നമ്മുടെ മേലുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടും പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞാൻ പാപം ചെയ്യുന്ന പോലല്ല നിങ്ങൾ പാപം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരാൾക്ക് ചിലപ്പം മുൻകോപം ഉണ്ടായിരിക്കാം, ഒരാൾക്ക് ചിലപ്പോൾ ജഡമോഹത്തിന്റെ പ്രശ്നങ്ങൾ കാണാം, ചിലർക്കാണെങ്കിൽ ഈ പണത്തോടുള്ള ആർത്തിയുടെ ഒരു ചില പുള്ള് കാണും. ഇങ്ങനത്തെ പുള്ളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പാപമല്ല നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പാപം. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള പാപത്തിന്റെ സ്ട്രഗിൾ വ്യത്യാസമായതുകൊണ്ട് മറ്റവനെ നോക്കി നമ്മൾ വിരൽ ചൂണ്ടരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളെക്കാട്ടിൽ ഏതാണ്ട് മെച്ചമാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാം തെറ്റാണ് എന്ന് പറയരുത് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്നാണെന്നറിയോ? മെനി എ ടൈംസ് വി നോ their names but we don't know their story, അല്ലേ? ആളുകളുടെ പേരുകൾ നമുക്കറിയാം, പക്ഷെ അവരുടെ പിമ്പിലുള്ള ചരിത്രം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ചിലർ ചില വിധത്തിൽ പെരുമാറുന്നത്? അവർ കടന്നു പോകുന്ന വേദന, പ്രിയമുള്ളവരെ, നമുക്ക് അറിഞ്ഞുകൂടാ. അവർ കടന്നുപോയ വഴികൾ നമുക്ക് അറിഞ്ഞുകൂടാ. അവരെന്തുകൊണ്ടാണ് ചില കാര്യങ്ങളുടെ നേരെ പ്രതികരിക്കുന്നതിന്റെ കാരണം അവർ കടന്നുപോയ ചില ട്രോമകളായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കർത്താവ് പറയുക, വി ഷുഡ് നോ ദ സ്റ്റോറി. വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മൾ ഹിപ്പോക്രിറ്റിക്കൽ ആകരുത് എന്ന് പറയും. പിന്നെ രണ്ടാമത് പറയുന്നത്, കർത്താവ് പറയുന്നത്, നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിൽ മറ്റവര് ഏത് അളവിനാൽ വിധിക്കുന്നോ അതേ അളവിനാൽ നിങ്ങളെയും വിധിക്കും. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന എന്നാ? നമ്മുടെ സഹോദരന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ അവനോട് കരുണ കാണിക്കുകയാണ്, ഹാർഷ്നെസ് അല്ല എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്നാ? നാമോ ഒരുപാട് കൃപ ലഭിച്ചവരാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരനോട് നാം കൃപ കാണിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് കർത്താവ് കാണിച്ച കരുണ അവരോട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടാണ് കർത്താവ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ, നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറയാം. മൂന്നാമത്, ഞാൻ ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിധിക്കുമ്പോൾ അതിന് മുമ്പ് എൻ്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ കണ്ണിലെ കോല് ഞാൻ കാണുന്നുണ്ടോ? കർത്താവ് തിരുത്തരുത് എന്നല്ല കർത്താവ് പറയുന്നത്, തിരുത്തുന്നതിന് മുമ്പ് നിന്റെ കണ്ണിലെ കോലൊന്ന് എടുത്ത് മാറ്റിയാൽ അവന്റെ കരട് നന്നായി കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴൊക്കെ മറ്റുള്ളവരെ തിരുത്താൻ ആഗ്രഹിക്കുന്നു അതിന് മുമ്പ്, വിധിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് മുമ്പ് എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. സ്വയമായി ശോധന ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന്, നമുക്ക് ഒരാളെ കറക്റ്റ് ചെയ്യണം, ഒരാളെ തിരുത്താൻ നമുക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടൊക്കെ ഞാൻ വീണു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, അതെടുത്ത് മാറ്റുക. എന്നിട്ട് സഹോദരനോട് എന്ന് പറയുകയാണ്, മോനെ, ഈ മേഖലയിൽ ഞാനും തോറ്റുപോയിട്ടുണ്ട്, ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിച്ചു, ഞാൻ എന്നെ തന്നെ തിരുത്തി, നീയും നിന്നെ തന്നെ തിരുത്തണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അപ്പോൾ ഹ്യൂമിലിറ്റി വിൽ ഓൾവേസ് കം. എളിമ, താഴ്മ നമ്മൾ വിധിക്കുന്നതിന് മുമ്പ് വരും. ആട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രൂ കറക്ഷൻ കംസ് ഫ്രം ഹ്യൂമിലിറ്റി. മനസ്സിലായോ? അപ്പോൾ താഴ്മ വളരെ അത്യാവശ്യമാണ്. താഴ്മയോടെ വേണം നാം മറ്റുള്ളവരെ തിരുത്താനും നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും. താഴ്മയില്ലാതെ ചൂണ്ടിക്കാണിച്ചാൽ അത് ആർക്കും പ്രയോജനം വരത്തില്ല, കേട്ടിരിക്കുന്ന ആർക്കും പ്രയോജനം വരത്തില്ല, എനിക്കും നിങ്ങൾക്കും പ്രയോജനം വരത്തില്ല. പിന്നെ
കർത്താവ് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. വിധിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് തിരിച്ചറിവോടെ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകരുത്. ഇത് ഈ മുത്തുകളെ പന്നികൾ ഡോണ്ട് കാസ്റ്റ് പേൾ ടു സ്വൈൻ എന്നാ കർത്താവ് പറയുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ. നിങ്ങളുടെ ഈ വില ഏറിയ മുത്തുകളെ ഈ പന്നികളുടെ മുമ്പിൽ ഇടരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം ഒന്ന് മാത്രം. ചിലരെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ബുദ്ധി ഉപദേശിക്കാൻ നമ്മൾ പോകും. നമ്മുടെ നല്ല ഉദ്ദേശത്തോടെ നമ്മൾ പോകുന്നതാ. യാതൊരു പ്രയോജനവുമില്ല. ആ തിരിച്ചറിവ്, അത് ഡിസേൺമെന്റ് ആണ്. ആ തിരിച്ചറിവ് കർത്താവ് നമുക്ക് തരണം. ആരുടെ മുമ്പിൽ നിന്ന് എന്ത് പറയണം, ആരോട് എന്ത് പറയരുത്. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരാൾ അവിടെ നിന്ന് പറയുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമായിരിക്കും. പക്ഷെങ്കിൽ ആ സമയത്ത് അവരെ തിരുത്താൻ പോകുന്നത് നായ്ക്കളുടെ മുമ്പിൽ എന്താണ്? വിശുദ്ധമായത് ഇടുന്നത് പോലെയാണ്. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ചില യുവാക്കളെയൊക്കെ കാണുമ്പോഴേ, ഈ യുവാക്കളോടുള്ള സ്നേഹവും ഭാരവും കാരണം ഓടിച്ചെന്ന് ഞാൻ അവരുടെ ജീവിതത്തിനകത്ത് ഞാൻ കയറി അവരെ എങ്ങനെയെങ്കിലും ശരിയാക്കി നാളെ അവരെ അപ്പോസ്തലന്മാരാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഏതാ? പക്ഷെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? പലപ്പോഴും സംഭവിക്കുന്നത്, എൻ്റെ അനുഭവം, ഈ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുന്ന അനുഭവമാണ്. നമ്മൾ ചെന്ന് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ മോനെ നീ ഇങ്ങനെ, അയ്യോ അവർക്ക് ഇതുമായിട്ട് യാതൊന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ എന്താണ്? തിരിച്ചറിവ് വേണം. ആരുടെ മുമ്പിൽ നമ്മൾ പോയി നമ്മുടെ മുത്തുകളെ എറിയണമെന്നും ആരുടെ മുമ്പിൽ വിശുദ്ധമായത് കൊടുക്കണമെന്നുള്ള തിരിച്ചറിവ് അത് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകണം. അപ്പോൾ നമുക്കറിയാം എവിടെ ചെന്ന് എന്ത് പറയണം, ആരുടെ ജീവിതത്തിൽ നാം ഇൻവെസ്റ്റ് ചെയ്യണം, ആരോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗത്തിൽ വിധിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ഒന്ന് തിരിച്ചറിവ് വേണം, രണ്ട് വിധിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് താഴ്മ വേണം. അറിവ്, താഴ്മ, തിരിച്ചറിവ്, താഴ്മ. അങ്ങനെയെങ്കിൽ നമുക്ക് വിധിക്കുവാൻ, നല്ലതുപോലെ വിധിക്കുവാൻ നമുക്ക് സാധിക്കും. വി ക്യാൻ ജഡ്ജ് റൈറ്റ്ലി. രണ്ട്, പ്രാർത്ഥനയുടെ എങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് കർത്താവ് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇതിനൊരു പ്രോഗ്രസിങ് ഇന്റൻസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനും ഇന്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ആദ്യം പറയുന്നത്, നിങ്ങൾ ചോദിക്കണം, യാചിപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാക്കോബിന്റെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോഴേ, ആ ലേഖനം പഠിച്ചപ്പം യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചോദിക്കായക നിമിത്തം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മൾ സകലമാന മനുഷ്യരോടും നമ്മൾ നമ്മുടെ കാര്യം പറയും, ദൈവത്തോട് പറയേണ്ടതുപോലെ പറയത്തില്ല. അതുകൊണ്ട് ഒന്നാമത് കർത്താവ് പറയാ, നിങ്ങൾ യാചിപ്പീൻ. ആരോടാ ചോദിക്കേണ്ടത്? കർത്താവിനോട് ചോദിക്കണം. വി ഹാവ് ടു ആസ്ക് ഗോഡ്. പിന്നെ ചോദിക്കുമ്പോൾ ശരിയായ ഉദ്ദേശത്തോടെ ചോദിക്കണം. യാക്കോബ് അപ്പോസ്തലൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം എന്നാ? നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ തെറ്റായ മനോഭാവത്തോടെ നിങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ ചോദിക്കണം. ദാറ്റ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ചോദിക്കണം. നമ്മുടെ അപ്പനോട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നമ്മൾ ചോദിക്കണം. രണ്ട്, ചോദിച്ചു കഴിയുമ്പോൾ അടുത്ത ലെവൽ എന്തുവാ? യാചിപ്പീൻ. പിന്നെന്താ പറയുന്നത്? പിന്നെ നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് അന്വേഷിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇതിൽ നിന്റെ ഹിതം എന്താണ്? അന്വേഷിക്കുക. എങ്ങനെ അന്വേഷിക്കണം? നാം വേദപുസ്തകത്തിലൂടെ അന്വേഷിക്കണം. കർത്താവിന്റെ വചനം തുറന്നിട്ട്, കർത്താവേ, ഇതിനെക്കുറിച്ച് നിന്റെ ഹിതം എന്ത് എന്ന് മനസ്സിലാക്കണം. അവന്റെ ഹിതം എന്ത് എന്ന് മനസ്സിലാക്കണം. അവന്റെ വചനം നാം അന്വേഷിക്കണം, അവന്റെ ഹിതം നാം അന്വേഷിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതല്ല, അവന്റെ വഴികളെ അന്വേഷിപ്പിക്കണം. മോശ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഓർക്കുന്നുണ്ടോ? കർത്താവേ,
നിന്റെ വഴികളെ എനിക്ക് കാണിച്ചു തരണമേ. എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവിന്റെ വഴികളെ അറിയുന്നതാണ് കർത്താവിനെ അറിയുന്നതിനുള്ള മുഖാന്തരം. ഇതുപോലെ ദൈവത്തിന്റെ അത്ഭുതം കണ്ട വേറൊരു മനുഷ്യനില്ല മോശ. എന്നിട്ടും പ്രാർത്ഥിക്കുന്ന തന്നെ, കർത്താവെ നിന്റെ വഴികളെ കാണിച്ചു തരണമേ, നിന്റെ വഴികളെ പഠിപ്പിക്കണമേ. ഐ വോണ്ട് ടു നോ യുവർ വേസ്. നിന്റെ വഴികൾ, കർത്താവ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കർത്താവ് എങ്ങനെ ചിന്തിക്കുന്നത്, അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അവന്റെ വചനം നാം നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാണ് അത് മാത്രം പോരാ, നിങ്ങൾ മുട്ടുവിൻ. ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ ചോദിക്കുന്നു, യാചിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നു, പിന്നെ നിങ്ങൾ മുട്ടുക. ഈ മുട്ടുക എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഒരിക്കലും തുറക്കപ്പെടാത്ത വാതിലുകളുടെ മുമ്പിൽ നമ്മൾ മുട്ടണം. മുട്ടുന്നതിന്റെ കാരണം ഇതിന്റെ ഇന്റൻസിറ്റി. ഇപ്പൊ സാധാരണ നിങ്ങൾ പോയി ഒരു ഡോറിൽ നിങ്ങൾ മുട്ടിയാൽ ആദ്യം മുട്ടുന്നത് എങ്ങനെയാ? ടക്ക് അല്ലെ, ഒറ്റ മുട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ടക്ക് 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 ഒരു 3 മുട്ടുണ്ട്. ആ രണ്ടാമത്തെ മുട്ടിന് ആദ്യത്തെ മുട്ടിനെക്കാട്ടിലും ശക്തിയുണ്ട്. പിന്നെ ചിലരുടെയൊക്കെ വാതിലിൽ ഈ ഇതുപോലൊരു സാധനമുണ്ട്, എന്തോ ഈ മെറ്റൽ പോലെ തൂക്കിയിട്ടിരിക്കുന്ന സാധനമുണ്ട്. അതും ആരും കേട്ടില്ലേ, അതേ പിടിച്ചിട്ട് കട 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 അടിക്കത്തില്ലേ? ആ അടിക്കുന്നതിന്റെ കാരണം എന്നാ? അകത്തിരിക്കുന്നവൻ കേട്ടേ മതിയാവൂ എന്നുള്ള. ഇപ്പൊ ഞാൻ വേറൊരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ പറയാം. അഥവാ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു, അടുത്ത വീട്ടിലെ ഒരാളുടെ അടുക്ക പോകണം. നിങ്ങളുടെ മുട്ടിന്റെ ശക്തി എത്ര വലുതായിരിക്കും? നിങ്ങൾ മുട്ടുന്നതിന്റെ ശക്തി എത്ര വലുതായിരിക്കും? നിങ്ങൾ പയ്യെ ഒന്നും മുട്ടത്തില്ല, ചെല്ലുമ്പോഴേ കൈയുടെ എല്ലാ ബലവും ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ തട്ടുന്നത്. കാരണം എന്നാ? പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി നമ്മുടെ ആഗ്രഹത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. ഇതാ കർത്താവ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കർത്താവ് അവിടെ നിന്ന് ഞാൻ തുറക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുന്നതിന് മുമ്പേ കർത്താവ് അറിയുന്നു കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടത്, എൻ്റെ ജീവിതത്തിന്റെ ഡിപ്പെൻഡൻസിയെ കാണിക്കുന്നൊരു കാര്യമാണ് പ്രാർത്ഥന. കർത്താവെ, ഞാൻ യാചിക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നു, ഞാൻ മുട്ടുന്നു. അതിന്റെ കാരണം എന്നാ? ആ പെർസിവിയറൻസ്. ഇതിന്റെ പ്രത്യേകത എന്നാ? ഈ മുട്ടുന്നതിന്റെ പ്രത്യേകത, ആർക്കും ഡോറെ മുട്ടാം അല്ലേ? ഇപ്പൊ എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനോട് ഞാൻ പറയാം, എടാ മോളെ നീ അവിടെ പോയി ഒന്ന് ഡോറെ മുട്ടിക്കെന്ന് പറഞ്ഞാൽ അവക്ക് മുട്ടാം അല്ലേ? 80 വയസ്സുള്ള എൻ്റെ അങ്കിളിന് ചെന്ന് മുട്ടാം. വിദ്യാഭ്യാസം ഉള്ളവന് മുട്ടാം. യാതൊരു പഠിപ്പും ഇല്ലാത്തവനും പോയി മുട്ടുന്നതിന് യാതൊരു പ്രയാസമില്ല. ഒരു കുരുടന് പോയി മുട്ടാം, മുടന്തന് പോയി മുട്ടാം. ദൈവത്തിനടുക്ക് വരുന്ന ഏവനും സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ മുട്ടുവാൻ നമുക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് നമ്മൾ മുട്ടുന്നതിന് മുമ്പ് അയ്യോ, ഈ ചിലയിടത്തൊക്കെ നമ്മൾ ചില വീട്ടിലൊക്കെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും, അയ്യോ ഇവർ ഉറങ്ങുവാന്നു, ഇനി എന്ത് ചിന്തിക്കും, ഉച്ചയ്ക്ക് നമ്മൾ വിളിച്ച ഇവർക്ക് പ്രയാസമാവും. ഈ സ്വർഗത്തിന്റെ കവാടത്തിന് യാതൊരു പ്രയാസവും ഇല്ല. ഏത് സമയത്തും ഏത് അവസരത്തിലും എനിക്ക് പോയി മുട്ടുവാൻ കർത്താവ് എനിക്ക് പെർമിഷൻ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അരികിലേക്ക് നിങ്ങൾ വരികയാണ്. അതുകൊണ്ട് അത് മുട്ടുവാൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇന്റൻസിറ്റി നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് തന്നെ, ഇത് നിങ്ങൾ മുട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, ഇതിനകത്തൊരു പ്രോമിസ് ഉണ്ട്. എന്തുവാ? യാചിക്കുന്ന ഏവനും ലഭിക്കുമെന്ന്. ചോദിക്കുന്ന നമ്മൾ ഈ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, പിന്നെയും ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മോന് ജോലി ലഭിച്ചില്ല, ആരോഗ്യത്തിന് ഭേദം വന്നില്ല, ഇങ്ങനെയുള്ള. പക്ഷെങ്കിൽ എനിക്ക് യാചിക്കാനുള്ള പെർമിഷൻ ഉള്ളത്, അല്ലെങ്കിൽ കണ്ടിന്യൂവലി യാചിക്കാനുള്ള പ്രോത്സാഹനം നൽകുന്നത് എന്താ? ദൈവത്തിന്റെ വചനം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യാചിക്കുന്ന ഏവനും ലഭിക്കും. പക്ഷെങ്കിൽ ചിലപ്പോൾ ലഭിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള വിധത്തിലായിരിക്കണമെന്നില്ല. കാരണം എന്നാ? എൻ്റെ ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ, ഈ കുറച്ചേറെ നാള് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. എന്തോ അറിയാം? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, എൻ്റെ പല പ്രാർത്ഥനയ്ക്കും ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ മറുപടി കിട്ടാഞ്ഞതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്, അല്ലയോ? കാരണം എന്നാ? അന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് മറുപടി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കുള്ള പല അനുഗ്രഹങ്ങളും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാലും ഇന്നൊരാഗ്രഹം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം ഉത്തരം തരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉത്തരം തരണമെന്ന്. അങ്ങനല്ല. നിങ്ങളുടെ ചിന്തകളെക്കാൾ അവന്റെ ചിന്തകൾ വലുത്, നിങ്ങളുടെ വഴികളെക്കാൾ അവന്റെ വഴികൾ വലുത്. ആകാശം ഭൂമിയുടെ മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലാണ് അവന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ വലുത്.
അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പിന്നെയും പറയാണ്, ഗോഡ് വിൽ ഓൾവേസ് ഗിവ് ദ ബെസ്റ്റ് ടു ദോസ് ഹു ലീവ് ദ ചോയ്സ് വിത്ത് ഹിം. ഞാൻ ആവർത്തിച്ച് പറയാണ്, നമ്മൾ പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണം, യാചിക്കണോ യാചിക്കണം, അന്വേഷിക്കണോ അന്വേഷിക്കണം, മുട്ടണോ മുട്ടണം, മുട്ടിക്കൊണ്ടേ ഇരിക്കണം. പക്ഷെങ്കിൽ അതിലൊക്കെ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താണ്? കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പക്ഷെ അവന്റെ സർവജ്ഞാനത്തിനനുസരിച്ച് അവൻ ഏറ്റവും നല്ല വിധത്തിൽ, നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, ചിലപ്പോൾ ആ ഉത്തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പ്രാർത്ഥന നിന്നു പോകരുത് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. ദൈവത്തിന്റെ ഗുഡ്നസ്സിൽ നാം ഓർക്കണം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഇത് നമ്മൾ പ്രിയമുള്ളവർ, ഇത് നമ്മുടെ ബുദ്ധിക്ക് അകത്തോട്ട് കയറണം കേട്ടോ. നമ്മുടെ ബുദ്ധി മണ്ഡലത്തിനകത്തോട്ട് കയറണം. ഈ കൂട്ടത്തിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന ഈ നൂറുകണക്കിന് ആളുകളിൽ ഏതെങ്കിലും ഒരു പിതാവോ മാതാവോ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ ഓരോ മീൻ ചോദിക്കുന്നവന് നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? ഞാൻ പറയുന്നത്, ഈവൻ ഒരു ഇച്ചിരി ദുഷ്ടത നിറഞ്ഞ, ഇച്ചിരി പാപിയായ ഒരപ്പം പോലും ഇത് ചെയ്യാൻ സാധ്യതയില്ല, അല്ലേ? ചെയ്യത്തില്ല. അപ്പോൾ കർത്താവ് പറയാ, ദോഷികളായ നിങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ലെങ്കിൽ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുമ്പോൾ അവൻ നന്മ എത്ര അധികം കൊടുക്കും. ഈ കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ഞാൻ എൻ്റെ സ്നേഹിതൻ ഡാനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഡാനോ ഇങ്ങനെ തൻ്റെ ബിസിനസ്സിലുള്ള ചെറിയൊരു പ്രയാസത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ, ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മുടെ പിതാവ് ദോഷമായിട്ടുള്ളത് ഒന്നും നമ്മോട് ചെയ്യത്തില്ല ഉള്ള ഉറപ്പ് എന്നും നമുക്കുണ്ടാകണം. ചുറ്റും നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അയ്യോ കർത്താവേ എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുക, അതൊന്നും പ്രശ്നമല്ല. അതിൻ്റെ ഒക്കെ പിറകിൽ ഒരു കാര്യം ഓർത്തോണം, ദോഷമായിട്ടൊന്നും എൻ്റെ ദാതൻ എന്നോട് ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിന്റെ മേലാണ് ഞാൻ രാത്രിയിൽ സമാധാനമായിട്ട് ഉറങ്ങുന്നത്. മനസ്സിലായ പ്രിയമുള്ളവരെ? അപ്പൊ പ്രയാസമുണ്ട്, ഉണ്ട്, രോഗത്തിന് ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു, രോഗം ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് മാറിയില്ല, ഇപ്പോഴും അതിന്റെ പ്രയാസങ്ങളുണ്ട്. അത് ചിലപ്പോൾ ദൈവം നാളെ മാറ്റുമായിരിക്കാം, ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും മാറ്റം, ചിലപ്പോൾ മരിക്കുന്നവരെ അതിന്റെ പ്രയാസത്തിലൂടെ ഞാൻ ജീവിക്കണമായിരിക്കും. ഞാൻ യാചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ പിതാവ് നല്ല പിതാവ്, ദോഷമായിട്ടൊന്നും അവൻ എന്നോട് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ ഉറപ്പ് നമുക്കുണ്ടായി. എൻ്റെ അപ്പൻ നല്ലവനാണെന്നുള്ള ഉറപ്പ് വിശ്വാസികളായ നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ യാചിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും. അടുത്ത ടോപ്പിക്. ഇനി സുവർണ നിയമം. ഈ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, 12-ാമത്തെ വാക്യം, 12, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. കർത്താവ് പറയാണ്, മനുഷ്യർ നിങ്ങളോട് എന്ത് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അവരോട് ചെയ്യും. അപ്പോൾ ഇതുവരെ യേശു കർത്താവിന്റെ കാലം, ഇപ്പം നമ്മൾ ഏത് മതം നോക്കിയാലും ഈ ഒരു പ്രമാണം വേറെ വിധങ്ങളിൽ അവര് പരാമർശിച്ചിട്ടുണ്ട്. യഹൂദ പാരമ്പര്യത്തിലും വേറൊരു റബായ് ഹാലിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇത് കർത്താവ് പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം അവർ പറയുന്നത് എന്നാണെന്നറിയോ? അവർ പറയുന്നത് നെഗറ്റീവ് വേയാ. ഉദാഹരണത്തിന്, നിങ്ങൾ വേദനിക്കരുത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്. മനസ്സിലായോ? എല്ലാം അതിന്റെ നെഗറ്റീവ് കോണട്ടേഷനിലാണ് മറ്റ് ആളുകളെല്ലാം പഠിപ്പിച്ചത്. യേശു കർത്താവ് മാത്രമേ ഇതിനെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന്. ഞാൻ അതിന്റെ ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ട്രാഫിക്കിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ നിങ്ങൾ നിയമം തെറ്റിക്കരുത് എന്നാണ് ഇതുവരെ ഉള്ളവരെല്ലാം പറഞ്ഞത്. യേശു കർത്താവ് എന്നാ പറഞ്ഞതറിയോ? നിങ്ങൾ നിയമം തെറ്റിക്കരുതെന്ന് മാത്രമല്ല, പോകുന്ന വഴിയിൽ ട്രാഫിക്കിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന, താഴെ വീണ് ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് നന്മ ചെയ്യണമെന്ന്. അതാ കർത്താവ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇത് രണ്ടിലുള്ള വ്യത്യാസം. ചിലർ പറഞ്ഞില്ല, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല. നല്ല കാര്യമാണ്. അവരെ സഹായിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് ചോദിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അയൽക്കാർ നമുക്ക് യാതൊരു പ്രയാസവുമില്ല, നല്ല കാര്യമാണ്.
നമ്മൾ വഴക്കുണ്ടാക്കുന്നില്ല, ഒരു വഴക്കിനും പോകുന്നില്ല, ഒരു ശരിയാണ്. അവരുടെ ആവശ്യ സമയത്ത് സഹായിക്കാൻ പോകുന്നുണ്ടോ? അതാണ് ചോദ്യം. അപ്പൊ യേശു കർത്താവ് നേരെ ഇത് തിരിക്കുകയാണ്. ഏതാ തിരിക്കുക. അപ്പൊ ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോ ഞാൻ ഓർത്തു, എടാ ഞാന് എല്ലാം നെഗറ്റീവ് ആസ്പെക്റ്റിലാണല്ലോ ഇതുവരെ ചിന്തിച്ചത്. വഴക്കിടാൻ പോകരുത്, ആരുമായിട്ട് പ്രശ്നത്തിന് പോകരുത്, നമുക്ക് യാതൊരു ഫ്രിക്ഷനും വേണ്ട, നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കാം, അതൊക്കെ ശരി. പോസിറ്റീവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോഴാ ചിന്തിച്ചത്, ശരിയാണല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ ഇതുവരെ എൻ്റെ അയൽക്കാരെ ഒന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. യാതൊരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുണ്ട്. നല്ല കാര്യം. അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പോയി ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. അപ്പൊ യേശു കർത്താവ് എന്താ പറയുന്നേ? യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും പ്രയാസം വരുത്തരുത് എന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെന്തോ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് തന്നെ പോയി ചെയ്യും. നിങ്ങൾ പ്രൊആക്റ്റീവായിട്ട് ചെന്ന് പോയി അവരെ ഹെൽപ്പ് ചെയ്യ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ മോഡിൽ വേണം ഇതിനെ കാണാൻ. അതാണ് ഇതിനൊരു സുവർണ്ണ നിയമം എന്ന് ലോകമെമ്പാടും വിളിക്കുന്നത്. ഇത് കർത്താവ് പറഞ്ഞത് കൊണ്ട് വിശ്വാസികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമല്ല ഇത്, കേട്ടോ. ലോകമെമ്പാടും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് യുനോ ഈ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മൾ തിന്മ ചെയ്യുന്നില്ല, നല്ല കാര്യം. ബുദ്ധിമുട്ട് വരുത്തുന്നില്ല, ശരിയാണ്. നമ്മൾ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നു, നല്ല കാര്യം. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, വഴക്കാളികളല്ല, അത് നല്ല കാര്യം. എന്നാൽ അവര് നമുക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്ന കാര്യം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ചിന്തിക്കാൻ നല്ലൊരു ഭാഗമാണ്. അതാണ് സുവർണ്ണ നിയമം. ഓൾറൈറ്റ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കർത്താവ് കടക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്താണ്? ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പി. മത്തായിയുടെ സുവിശേഷം 7:13 മുതൽ 14 വരെ. 13. ഇടുക്ക് വാതിൽ കൂടെ അകത്ത് കടപ്പി. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 വാതിലുകളെ കുറിച്ചും വഴികളെ കുറിച്ചും കർത്താവ് പറയാം. ഒന്ന് ഇടുക്ക്, 2 വിശാലമേറിയ വഴി. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൽ 2 വഴികളുണ്ട്. ഒന്ന് ഇടുങ്ങിയ വഴി, 2 വിശാലം ഏറിയ വഴി. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ ചുരുക്കം. വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ അനേകർ. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നാം ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു? അപ്പോൾ ഇതിന് 3 കൊണട്ടേഷൻ, അല്ലെങ്കിൽ ഇതിന് 3 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇടുങ്ങിയ വഴി, ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയ വഴി. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിൽ ആകുന്നു. ഞാൻ ഏതെങ്കിലും ഒരു വാതിൽ എന്നല്ല കർത്താവ് പറഞ്ഞത്. അനേകം വാതിലുകളിൽ ഒരു വാതിൽ ഞാനാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഇതിലൂടെ പ്രവേശിച്ചാൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നല്ല പറഞ്ഞത്. നിത്യജീവന്റെ വാതിൽ കർത്താവ് മാത്രം, വേറെ യാതൊരു വാതിലുമില്ല. അതുകൊണ്ട് എൻട്രി തന്നെ സിംഗിൾ എൻട്രിയാണ്. സിംഗിൾ എൻട്രി, വേറെ ഒരു വാതിലില്ല, വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇടുങ്ങിയ വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇതിനകത്ത് എൻ്റർ ചെയ്യണം. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ഒരേ വാതിൽ, ക്രിസ്തു എന്ന വാതിൽ. എന്നാൽ അപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങൾ നാരോ മൈൻഡഡ് അല്ലേ? ഞാൻ പറഞ്ഞു, ഈ വഴി നാരോ ആണെങ്കിലും വാതിൽ തുറന്നു കിടക്കുക, ആർക്കും പ്രവേശിക്കാം. മനസ്സിലായോ? വാതിൽ ഇടുങ്ങിയ വഴിയാ. ഇറ്റ്സ് എ നാരോ റോഡ്, ബട്ട് ദ ഡോർ ഇസ് വൈഡ് ഓപ്പൺ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇതുവരെ ഈ വാതിലിലൂടെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ പടയാളി അവന്റെ മാറിൽ കുത്തി തുളച്ചപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വാതിൽ അന്ന് തുറന്നു. അതുകൊണ്ട് ആ വാതിലൂടെ പ്രവേശിക്കുന്ന ഏവനും, അത് ക്രിസ്ത്യൻ എന്നില്ല, ഹിന്ദു എന്നില്ല, മുസൽമാൻ എന്നില്ല, ബുദ്ധിസ്റ്റ് എന്നില്ല, ഏതവനും, മഹാപാപി, കൊടുംപാപി, ഏത് മനുഷ്യനും, കള്ളൻ, ചുങ്കക്കാരൻ, പാപി, വേശ്യ, ആരതിനകത്ത് കയറിയാലും അവൻ രക്ഷപ്പെടും. അതിനകത്ത് യാതൊരു ഒരു ഇതുമില്ല. പക്ഷെങ്കിൽ ഒരു വാതിലേ ഉള്ളൂ, ഒറ്റ വാതിൽ.
അതിനി എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവ് പല വാതിലുകളിൽ ഒന്നാണെങ്കിൽ യേശു സ്വന്തം പുത്രനെ കർത്താവ് ഇങ്ങോട്ട് അയച്ച് ആ ക്രൂരമായ മരണം മരിക്കേണ്ടി ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഓൾട്ടർനേറ്റീവ് ഏതെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ പിതാവ് തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. വേറെ ഏതെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് തക്ക സമയമായപ്പോൾ, സമയത്തിന്റെ സമ്പൂർണതയെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായത്. അതുകൊണ്ട് ഒന്നാമത് ഈ ഇടുക്കമേറിയ വഴി തുടങ്ങുന്നത് ഇടുങ്ങിയ വാതിൽ, എന്നാൽ അതെല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുന്നു. രണ്ടാമത്, ഈ വഴിക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലൈവ് ഈ ഈ ഈ വാതിലിനകത്ത് പ്രവേശിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു ജീവിത ശൈലിയുണ്ട്, അതും ഇടുക്കമുള്ളതാ. മനസ്സിലായോ? ഈ വഴിയിലൂടെ പ്രവേശിച്ചേച്ച് വിശാലമേറിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ ജീവിതശൈലി എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇത് ശരിയാണ്, തുറന്നിരിക്കുന്നു, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ ജീവിതശൈലി ഇടുങ്ങിയ ജീവിതശൈലി. എൻ്റെ മക്കൾ എന്നും ചോദിക്കുന്ന പോലെ, അതെന്നാ അപ്പ അങ്ങനെ ചെയ്യാൻ പറ്റാത്തെ? നമ്മൾ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാ. അതുകൊണ്ട് അല്ല, അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ശരിയാണ്, അവർ വിശാലമേറിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നു, നമ്മൾ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയവനൊരു പ്രത്യേകതയുണ്ട്, ഇവന്റെ വഴികളും ഇടുക്കമുള്ള വഴികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ബൗണ്ടറി വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് തന്നെ ബൗണ്ടറി വരയ്ക്കുന്നത്. ചില കാര്യങ്ങൾ ലോകം എന്തൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഓക്കെ അല്ലാത്തതിന്റെ കാരണം നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഇടുങ്ങിയ വഴിയാണ്, അവർ സഞ്ചരിക്കുന്ന വഴി വിശാലമേറിയ വഴിയാണ്. നാം എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല? നമ്മൾ ഇടുങ്ങിയ വഴി. ഈ പഴയ ഈ വിശ്വാസികൾ, ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? പീപ്പിൾ ഓഫ് ദ വേ. പീപ്പിൾ ഓഫ് ദ വേ. കാരണം ഇവർ ഇടുങ്ങിയ വഴിയാ. കാരണം ഇവനെ കാണുമ്പോൾ അറിയാം ഇവൻ വേറെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണെന്ന്. ഇവനെ കാണുമ്പോൾ അറിയാം ഇവൻ റെഗുലർ പാർട്ടി അല്ല. നമ്മുടെ മലയാളി പിതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരുന്ന അതല്ലേ, മാർഗക്കാർ അല്ലേ? മാർഗക്കാർ എന്ന് പറഞ്ഞാൽ ഇവന്റെ മാർഗം വേറെയാ. ഇവന്റെ മാർഗം വേറെയാ. ഇവൻ സഞ്ചരിക്കുന്ന മാർഗം വേറെയാ. അപ്പോൾ നമ്മൾ ഒരു വാതിലിലൂടെ കയറുന്നു എന്ന് മാത്രമല്ല, ഈ ഇടുങ്ങിയ വഴിയിലൂടെ കയറുന്നവന് കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ടാണ് പഴയ നമ്മുടെ പിതാക്കന്മാർ വേർപാടുള്ള ജീവിതം വേണമെന്ന് പറയുന്നത്. വേർപാടെന്ന് പറഞ്ഞാൽ എന്നാ? മറ്റവന്റെ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, ഇറ്റ്സ് എ ഡിഫറെന്റ് വേ, ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ. പിന്നെ മൂന്നാമത് എന്നാ? ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഈ രണ്ട് വഴിയിലൂടെ, ഇതിന്റെ ഡെസ്റ്റിനേഷനും രണ്ടും രണ്ടാ. ചെല്ലുന്ന സ്ഥാനം, ഇതെല്ലാ വഴികളും നമ്മൾ സഞ്ചരിച്ച് എല്ലാം ഒരു സ്ഥലത്ത് എത്തേണ്ടിവരല്ലേ? എത്തത്തില്ല. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ചിന്തിച്ചാലും എറണാകുളത്തോട്ട് പോകുന്ന ട്രെയിനും ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ട്രെയിനും രണ്ട് പ്ലാറ്റ്ഫോമില്ല. ഏതെങ്കിലും കയറിയാലും ഞാൻ കോട്ടയത്ത് എത്തുമെന്ന് വിചാരിച്ചാൽ എത്തത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഒരു യൂണിവേഴ്സലിസം ഉണ്ട്. എങ്ങനെയെങ്കിലും എല്ലാവർക്കും പറ്റുന്ന, അത് കുഴപ്പമില്ല, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, എല്ലാം നമ്മൾ അവസാനം ഒരു സ്ഥലത്തല്ലേ? എത്തത്തില്ല. അതെങ്ങനെ എത്തും? കയറുന്ന വാതില് രണ്ടും വേറെ, സഞ്ചരിക്കുന്ന വഴി രണ്ടും വേറെ. തീർച്ചയായിട്ടും എത്തിച്ചെല്ലാൻ പോകുന്ന സാധനവും രണ്ടും വെവ്വേറെ ആയിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇടുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കണം? വിശ്വാസികളായ നാം യേശുക്രിസ്തു എന്ന വാതിലൂടെ നാം എൻ്റർ ചെയ്യുന്നു. രണ്ട്, യേശുക്രിസ്തുവിന്റെ ജീവിതശൈലിയുമായിട്ട് നാം അനുരൂപപ്പെടുന്നു. അവസാനം യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നാം ചെന്ന് ചേരുന്നു നിത്യതയിൽ. എന്നാൽ വിശാലമേറിയ വഴി എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, കുഴപ്പമില്ല, എല്ലാവർക്കും ചെയ്യാലോ, സുഖമല്ലേ? സുഖമാണ്, യാതൊരു പ്രയാസവുമില്ല, യാതൊരു ബൗണ്ടറി ഇല്ല. ഏത് വഴിക്ക് എങ്ങനെ വേണം, എന്തും പറയാം, എന്തും ചിന്തിക്കാം, എന്തും കുടിക്കാം, എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, എല്ലാത്തിനും അവനവന്റെ വഴി. അതുകൊണ്ടാണ് Proverbs 14:12 says, there is a way that seems right to a man, but in the end it leads to destruction. ശരിയായെന്ന് തോന്നും, ഈ വഴി നമുക്ക് ശരിയാണെന്ന് തോന്നും, പക്ഷെ അതിന്റെ അവസാനമോ നാശമാണ് എന്നുള്ളതാണ് നാം സദൃശവാക്യങ്ങളിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഇടുക്കമുള്ള വഴിയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള വിശ്വാസികളായ നാം ഒന്നാമത് അങ്ങ് മനസ്സിൽ നമ്മളോട് തന്നെ പറയണം, എന്തുകൊണ്ടാണ് നമുക്കിത് സാധിക്കാത്തത്? നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലിയെ സാധിക്കൂ. നമ്മുടെ സ്നേഹിതർ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവരങ്ങനെ ചെയ്യാം, അവർ വിശാലമേറിയ. ഈ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന അനേകരും ഇടുങ്ങിയ വഴിയിലൂടെ അല്ല സഞ്ചരിക്കുന്നത്, അവർ വിശാലമേറിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവസാനം രണ്ടും രണ്ടായിരിക്കും എന്നുള്ള കാര്യം
നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ബട്ട് ഗോഡ് ഈസ് കോളിംഗ് അസ് ടു ദ നാരോ റോഡ്. ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇവിടെ ഈ പടം വളരെ നമ്മൾ പലയിടത്തും കാണുന്ന, സോഷ്യൽ മീഡിയ കാണുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും കൂടെ ജസ്റ്റ് ബിക്കോസ് മെജോറിറ്റി ഈസ് ഫോളോയിങ് ഇറ്റ് ഡസൻ മീൻ ഇറ്റ്സ് റൈറ്റ്. ഭൂരിഭാഗവും ഇതിന്റെ പുറകിൽ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശരിയാകണമെന്നില്ല. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത ഭൂരിഭാഗമാണ് ശരി എന്ന് ഒന്ന് ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. മൈനോറിറ്റി റോഡിൽ കൂടെ ചിലപ്പോൾ ദൈവം നമ്മോട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കും. ഇതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറയാം. കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ ചോയ്സസ് ഇല്ലേ, ജീവിതത്തിന്റെ തീരുമാനങ്ങളും വളരെ ഇടുങ്ങിയ വഴികളിലൂടെ ആയിരിക്കും നാം സഞ്ചരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മാതാവ് അവരുടെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഈ അവരുടെ സ്വന്തം ചിന്തകളിൽ ഒരുപാട് അവർ പ്രയാസപ്പെട്ടു. വരുന്നതിന് മുമ്പ് നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വിദേശത്തായിരുന്നപ്പോൾ രാത്രിയിൽ കിടന്നപ്പോൾ കർത്താവിനോട് അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലിയും എൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ നിന്നുകൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു ദർശനം 2 കൗണ്ടറുകളാണ്. ഒന്ന് കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ പ്രയോറിറ്റീസ്, അങ്ങനൊരു കൗണ്ടർ. മറ്റേത് നല്ല ജോലി, നല്ല സാഹചര്യങ്ങൾ, ഇങ്ങനെ. എന്നിട്ട് ദർശനത്തിൽ കണ്ട കാര്യം, ഈ ക്യൂവിൽ നിൽക്കാൻ, അതായത് ഈ ലോകത്തിന്റെ അവസരങ്ങളുടെ പുറകിൽ പോകാൻ ആ ക്യൂവിൽ നിൽക്കാൻ അനേകായിരങ്ങൾ തടിച്ചുകൂടുക. എങ്ങനെയെങ്കിലും അവിടെ ഒരെണ്ണം കിട്ടണം, അവിടെ ഒരു ജോലി കിട്ടണം. അപ്പോൾ അമ്മ പറയാ, ഓൾറെഡി ആ അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടി, ഞാൻ അതിനകത്താണ്. പക്ഷെങ്കിൽ ഇവിടെ അനേകർ ഇതിനു വേണ്ടി ഇടിച്ചു കയറും. അയ്യോ, എങ്ങനെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, എങ്ങനെയെങ്കിലും ഒരു അവസരം. മറുവശത്ത് ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല. അപ്പോൾ അമ്മയോട് ദൈവം ചോദിച്ചു, നീ ഏത് ക്യൂവിൽ നിൽക്കും? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ എല്ലാവരും ആ വഴി. ഞാൻ പറയാൻ ആഗ്രഹിച്ച എന്നാ, ഒറ്റ കാര്യം, കർത്താവിനെ പിൻപറ്റാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ചുരുക്കം എന്നുള്ള കാര്യം മറക്കരുത്. മനസ്സിലായോ? നമ്മൾ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ പോലും തീരുമാനത്തിൽ അറിയാം അവൻ്റെ വഴി ഞെരുക്കമുള്ള വഴി അല്ലെ ഇടുക്കമുള്ള വഴിയാണോ വിശാലമേറിയ വഴിയാണോ എന്നുള്ളത്. അപ്പൊ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ ഇടുങ്ങിയ വഴിക്കകത്ത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതിലൂടെ യാത്ര ചെയ്യുന്നവനറിയാം, ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവനറിയാം, അവൻ്റെ സന്തോഷത്തെ ഒന്നും കെടുത്തിക്കളയാൻ ഈ ലോകത്തിന്റെ പ്രതാപത്തിനൊന്നും പറ്റത്തില്ല എന്നുള്ള കാര്യം ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. ആ ഇടുങ്ങിയ പാത നമുക്ക് തിരഞ്ഞെടുക്കാം. വിശാലമേറിയ വഴിയല്ല നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വിശ്വാസികൾ മനസ്സിലാക്കണം. ആട്ടെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, വിധിക്കരുത് എന്ന് പറഞ്ഞ കർത്താവ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് നേരിട്ട് കൊടുക്കുന്ന ഈ ഇന്നും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വെറൈറ്റിയാണ് ഈ കള്ളപ്രവാചകന്മാർ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിൽ ഇടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പോൾ കർത്താവ് വളരെ വളരെ വ്യക്തമായിട്ട് പറയും, നിങ്ങൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളൂ. ഈ കള്ളപ്രവാചകന്മാരാണ് ആദ്യം വന്ന് പറയുമ്പോൾ അവർ പറയും, വിധിക്കരുത്, അഭിഷക്തൻ നേരെ നിങ്ങൾ കൈ ചൂണ്ടരുത് എന്നൊക്കെ പറയുന്നതെല്ലാം ഈ കള്ളപ്രവാചകന്മാർ. സത്യത്തിൽ ഉള്ള പ്രവാചകന്മാർ അങ്ങനൊന്നും പറയത്തില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് എന്നാ പറഞ്ഞ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഞാൻ പറയാണ്, ഈ 2025 സൂക്ഷിക്കേണ്ട ഒരു കാറ്റഗറിയാണ് കള്ളപ്രവാചകന്മാർ. വളരെ വ്യക്തമായിട്ട് അവരുടെ വേഷം കണ്ടാൽ അവർ ആടുകളെ പോലാണ്. കർത്താവിനെ പറഞ്ഞു, അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാഷ കണ്ട് എല്ലാ ആടുകളെ പോലെ, പക്ഷെങ്കിൽ അവരുടെ അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കള.
ദുരുപദേശം പോലെ ദൈവസഭയെ നശിപ്പിക്കുന്ന വേറൊന്നുമില്ല. ഇറ്റ് ഈസ് ദ ക്യാൻസർ ഓഫ് ദ ചർച്ച്. ദുരുപദേശം, ഹെററ്റിക്കൽ ടീച്ചിങ്. പ്രിയമുള്ളവരെ, ഇത് ഒരുപാട് ഈ കാലഘട്ടത്തിൽ നാം സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ആടുകളെ നമ്മൾ കാണും, അകത്ത് ഇവർ ചെന്നായ്ക്കളാണ്, മറക്കരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, എങ്ങനെ തിരിച്ചറിയാം? ഈ പ്രവാചകന്റെ അല്ലെങ്കിൽ ഉപദേശകന്റെ ജീവിത ശൈലി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മനസ്സിലാകും അവര് നീതിയോടാണോ ജീവിക്കുന്നത്, താഴ്മയോടാണോ ജീവിക്കുന്നത്, അതോ അവർ കടന്നു വരുമ്പോൾ അവർ ഏതാണ്ട് സൂപ്പർ സ്റ്റാറിനെ പോലാണോ കടന്നു വരുന്നത്, അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ബോളിവുഡിലെ ആക്ടറിനെ പോലാണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഒന്നാമത് അവരുടെ ജീവിത ശൈലി നാം വളരെ വളരെ സൂക്ഷിക്കണം. 2, അവരുടെ കോണ്ടന്റ് ഓഫ് ദെയർ ടീച്ചിങ്. ഒന്ന്, മാനർ ഓഫ് ദെയർ ലിവിങ്. 2, കോണ്ടന്റ് ഓഫ് ദെയർ ടീച്ചിങ്. അവർ ദൈവവചനമാണോ പഠിപ്പിക്കുന്നത്? എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം ഞാനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കാനഡയിലാണ്. ഞാൻ പാട്ട് അയച്ചു തന്നല്ലോ നിങ്ങൾക്കെല്ലാം കൂടെ. ഒരു നിജുവിൻ്റെ പാട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു പാട്ട് അയച്ചു തന്നു. അപ്പോൾ നിജു എന്നോട് പറയാ, 1.5 മണിക്കൂർ ഒരു പുള്ളി പ്രസംഗിച്ചേച്ച് യേശു ക്രിസ്തു എന്നൊരു വാക്കുപോലും പ്രസംഗിച്ചില്ലെന്ന്. 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് യേശു ക്രിസ്തു എന്നൊരു വാക്ക്. അപ്പൊ എന്തോ നമ്മൾ ഈ പ്രസംഗിക്കുന്നത്? പിന്നെ എടാ, ക്രിസ്തുവും ക്രൂശും രക്ഷയും ഇല്ലാത്തൊരു പ്രസംഗം എന്തോ പിന്നെ? അപ്പൊ തുടക്കം മുതൽ എന്തൊക്കെയാ പ്രസംഗിക്കുന്നത്? കർത്താവ് നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു, കർത്താവ് ഇതിങ്ങനെ പ്രസംഗിച്ച് ആളുകളെ ഫ്രഞ്ചി കയറ്റുന്നതിന്റെ പകരം അവരുടെ കണ്ടന്റ് ഓഫ് ദൈവവചനമാണോ അവർ പഠിപ്പിക്കുന്നത്? മുഴുവൻ കൗൺസിൽ, ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ഈ കേൾക്കാൻ നല്ല സുഖമുള്ള വേദഭാഗങ്ങൾ മാത്രം, നിന്റെ അവസ്ഥയെ മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ചോണം. 3, ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ പോകുന്ന ആളുകൾ അവർ കർത്താവിനെ പോലെ കൂടുതലായി തീരുന്നുണ്ടോ കാലങ്ങൾ കഴിയുമ്പോൾ? അവരുടെ ജീവിത ശൈലിയിൽ യേശുവിനോട് അവർ കൂടുതൽ ചേരുന്നുണ്ടോ? യേശു കർത്താവിനോട് അടുക്കുന്നുണ്ടോ? ഒന്ന് നോക്കിക്കോണം. അതോ ഇങ്ങനെ എല്ലാ ഞായറാഴ്ച വന്ന് എന്റർടൈൻഡ് ആയി ഭയങ്കരമായിട്ട് പംപ്ഡപ്പ് ആയിട്ട് അവസാനം ലോകം ജീവിക്കുന്നത് പോലെ തന്നെ ലോകം പോകുന്നതിന്റെ പുറകിൽ തന്നെ ഇവർ പോകുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നത് കള്ളപ്രവാചകന്റെ വായിലെ വാക്കുകളാണ്. അവര് ആടുകളാണെന്ന് അവർ വേഷമിടുന്നുണ്ടെങ്കിലും അവർ ചെന്നായ്ക്കളാണ് എന്നുള്ള കാര്യം മറക്കരുത്. കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്നാ പറഞ്ഞ കർത്താവ്. വളരെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ ടു ഡിസേൺ ഫോൾസ് പ്രോഫിറ്റ്സ്. അപ്പൊ വിധിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങുന്നുവെങ്കിലും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് തന്നെ, നിങ്ങൾ ഇവിടെ തിരിച്ചറിയണം, നിങ്ങൾ സൂക്ഷിക്കണം, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ വിധിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. പിന്നെ ഇതിന് കഴിഞ്ഞിട്ട് കർത്താവ് വളരെ നമ്മളെ എല്ലാം വിറപ്പിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് പറയുന്നൊരു കാര്യം 21 മുതൽ 23 വരെ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. പ്രിയമുള്ളവരെ, ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു മേഖല. ഒന്നാമത് കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു പറഞ്ഞാൽ വാക്കുകളുകൊണ്ട് എനിക്ക് എന്തും പറയാം. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ടോ? ഒബീഡിയൻസ് ഈസ് ദ മാർക്ക് ഓഫ് എ ഡിസൈപ്പിൾ. ശിഷ്യനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം അവൻ്റെ അനുസരണമുള്ള ജീവിതമാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവന്റെ അടയാളം അവൻ ശിഷ്യനാണ്. അപ്പൊ പലരും വന്ന് അവസാന ദിവസം പറയും, പക്ഷെ ഞങ്ങൾ പ്രവചിച്ചില്ലയോ, നിന്റെ നാമത്തിൽ അത് ചെയ്തില്ലയോ, ഞങ്ങൾ ദാനം കൊടുത്തില്ലയോ, പാവങ്ങളെ നോക്കിയില്ലയോ, അവർക്ക് കെട്ടിടം പണിഞ്ഞു കൊടുത്തില്ലേ, പ്രോജക്റ്റ് തുടങ്ങിയില്ലയോ? കർത്താവ് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഒന്ന് ഓർത്തു നോക്കി. അന്ന് ഞാൻ ഉള്ള കാര്യം പറയാം, അന്ന് കാണാം ആരൊക്കെയായിരുന്നു യഥാർത്ഥ ശിഷ്യന്മാരെന്ന്.
എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു. അപ്പൊ ഇപ്പൊ നമ്മളൊരു കള്ളപ്രവാചകനെ നമ്മൾ ചൂണ്ടിക്കാട്ടിയാൽ ഉടനെ പറയുന്നത് എന്നാന്നറിയോ? അയ്യോ, പക്ഷെ അനേകായിരങ്ങള് തൻ്റെ വേലയിലൂടെ കർത്താവിനെ അറിഞ്ഞു. എടാ, കർത്താവിന്റെ വേലയിലേക്ക് കർത്താവ് ആരെയും വിളിക്കും. കർത്താവിന്റെ വഴിയിലേക്ക് കർത്താവ് ആരെയും വിളിക്കും. അതിനാരെയും ഉപയോഗിക്കും. പ്രവാചകന്റെ ജോലി ചെയ്യാഞ്ഞപ്പം ബലയാമിന്റെ കഴുതയല്ലേ ദൈവം ഉപയോഗിച്ചത്, അല്ലേ? അപ്പൊ ഉടനെ കഴുത ക്വാളിഫൈഡ് ആവുമോ? അതല്ല എന്റെ അർത്ഥം. ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലും കർത്താവ് അവന്റെ കാര്യകർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞതുപോലെ സുവിശേഷം എന്നുള്ളത് ഏവൻ പറഞ്ഞാലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെടും. അതല്ല അതിന്റെ മാർക്ക്. അത് യഥാർത്ഥ ശിഷ്യന്റെ മാർക്കല്ല. അടയാളങ്ങൾ ആർക്കും കാണിക്കാം, പല പരിപാടികളും ചെയ്യാം. പക്ഷെ കർത്താവ് എങ്ങനെ അവരോട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? കർത്താവ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ നീ വഴുതിപ്പോയതാണെന്നും അല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നിന്റെ പേര് വലുതാക്കുവാനും നിന്റെ മീറ്റിംഗ് വലുതാക്കുവാനും നിന്റെ കീശ നിറയ്ക്കാൻ വേണ്ടി നീ പല പരിപാടിയും കാണിച്ചു. എന്നെ വിട്ടുപോ. ഒന്ന് ഓർത്തു നോക്കിയേ. കാരണം ഇവിടാണ് സെൽഫ് ഡിസെപ്ഷൻ. ഇങ്ങനെ മിനിസ്ട്രി കയറി വലിയ വലിയ മിനിസ്ട്രി ഒക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈ പറയുന്ന കള്ളപ്രവാചകൻ ചിന്തിക്കും, ഞാൻ അഭിഷക്തനാണ്, ഞാൻ ഭയങ്കര ദൈവത്താൽ ഉപയോഗപ്പെടുന്നു, എൻ്റെ മീറ്റിങ്ങിൻ്റെ ഒക്കെ ആളിൻ്റെ ഇത് കണ്ടില്ലേ, എത്ര പേരാ വരുന്നത്, എത്ര പേര് മാനസാന്തരപ്പെടുന്നു. പക്ഷെങ്കിൽ നമ്മൾ സ്വയമായി വഞ്ചിക്കപ്പെടുവാൻ ഇതിൽ വലിയൊരു വിഷയമില്ല. കർത്താവ് ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. സഭ വലുതാണ്. വെരി ഗുഡ്. കർത്താവിന്റെ മുമ്പിൽ അന്ന് ചെന്ന് നിൽക്കുമ്പോൾ കർത്താവൻ പറയും, ഞാൻ നിന്നെ ഒരു നാളും ഹു ആർ യു? ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് നോക്കി. കർത്താവിന്റെ മുമ്പിൽ കർത്താവിന്റെ പേരും പറഞ്ഞ് 10-40 വർഷക്കാലം വലിയ മിനിസ്ട്രി ബിൽഡ് ചെയ്ത ആൾ അവിടെ ചെന്നിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയാ, ഹു ആർ യു? നീ ആരാടാ? നീ ആരാ? ഹു ആർ യു? ഇതിനേക്കാട്ടിലും വലിയൊരു ഡിസാസ്റ്റർ വേറെ ഉണ്ടോ പ്രിയമുള്ളവരെ? ഡിസാസ്റ്റർ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. ഈ പിന്നെയും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയണം. ഫലം കൊണ്ട്, ബൈ ദർ ഫ്രൂട്ട്, നോട്ട് ബൈ ദർ ഗിഫ്റ്റ്. ഇന്ന് എല്ലാവർക്കും വരങ്ങളാണ്. അവന്റെ ആ വരം കണ്ടില്ലേ, ഇവനുണ്ട്, ഹീസ് എ മൈറ്റി മാൻ ഓഫ് ഗോഡ്, പവർഫുൾ മാൻ ഓഫ് ഗോഡ്, അവന് ആ വരമുണ്ട്, ഈ വരമുണ്ട്. നിങ്ങൾ ഈ വരം കൊണ്ടല്ല തിരിച്ചറിയേണ്ടത്, ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടതെന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് വേണ്ടി എന്തിനാ? ഒന്നാമത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഫലങ്ങൾ അതുകൊണ്ട് അന്നത്തെ പോലെ ഇന്നും ഞാൻ നിങ്ങളെ വോൺ ചെയ്യുകയാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് പത്രോസ് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവീൻ, സ്വയമായി വഞ്ചിക്കപ്പെടരുത്. അതിൻ്റെ അടയാളം എന്താണ്? കർത്താവിൻ്റെ വചനപ്രകാരം അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ. അല്ല കർത്താവിന് വേണ്ടി എന്ത് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ദ ബിഗ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് വാട്ട് ഐ ഹാവ് ഡൺ ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് വൻ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല വലിയ ക്വസ്റ്റ്യൻ. ദ ബിഗ് ക്വസ്റ്റ്യൻ ഇസ്, ഞാൻ അവനെ അറിയുന്നുണ്ടോ, അവൻ എന്നെ അറിയുന്നുണ്ടോ? അതാണ് വലിയ ചോദ്യം. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ കർത്താവിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബിഗർ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഓർത്തോളൂ. അവസാനം 2 ടൈപ്പിലെ കെട്ടിടങ്ങൾ എങ്ങനെ പണിയുന്നവർ എങ്ങനെ പണിയണം. മാത്യു 7:24-27. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീണു പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്റെ മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. സോ ഹൗ ആർ യു ബിൽഡിങ്? എങ്ങനെ പണിയണം പ്രിയമുള്ളവരെ? നമ്മൾ പണിയുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പണിയണം? ദൈവവചനത്തിന്റെ മേൽ പണിയണം. ദൈവവചനം അനുസരിച്ച് വേണം പണിയാൻ. അപ്പം വചനം ഫൗണ്ടേഷൻ, വചനത്തിനോടുള്ള അനുസരണത്തിന്റെ മേൽ വേണം നമ്മൾ പണിയാൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. 1, ഞാൻ വചനം അറിയുന്നുണ്ടോ?
2, വചനമനുസരിച്ച് വചനത്തെ പ്രമാണിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, ഈ എന്താ പറയണ്ടേ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ മേഖലകളിൽ എപ്പോഴെങ്കിലും വൻമഴ പെയ്യും. കൊടുങ്കാറ്റടിക്കും. അപ്പോൾ അറിയാം ഏത് ഫൗണ്ടേഷൻ്റെ മേലാ പണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലായോ? അടിസ്ഥാനം ക്രിസ്തു എന്ന വചനത്തിൻ്റെ മേലായിരിക്കണം. നമ്മുടെ ജീവിതം അനുസരണത്തിൻ്റെ മേൽ വേണം പണിയുവാൻ. ഇന്ന് കർത്താവ് പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടോ? മതി. യുവർ ഫൗണ്ടേഷൻ ഇസ് സ്ട്രോങ്. വേറെ ഒന്നും നോക്കണ്ട. വചനം ഞാൻ വായിക്കുന്നുണ്ടോ? വചനം ഞാൻ അനുസരിക്കുന്നുണ്ടോ? ഇനഫ്. ഫൗണ്ടേഷൻ സ്ട്രോങ്. അടിസ്ഥാനം ശരിയായി. വേറെ ഒന്നും നോക്കണ്ട. മനസ്സിലായോ? പക്ഷേ ഈ ഏഹ്, ഏഹ്, ഈ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പലരും മണലിന് മേൽ പണിയും. അപ്പം മുകളിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രക്ചറാ. പക്ഷെ അടിസ്ഥാനം മുഴുവൻ മണലിന്റെ മേല. ഒരു ദിവസം വൻമഴ പെയ്യും. ആ വെള്ളം പൊങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊന്നും നിന്നു പോകത്തില്ല. ഇതൊന്നും പിടിച്ചു നിൽക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ പണിയുമ്പോൾ പ്രിയമുള്ളവരെ, നിലനിൽക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, വചനം എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, അനുസരണം എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നമ്മുടെ ജീവിതത്തെ പണിയുവാൻ നാം മറക്കരുത്. കാരണം ഒരു ദിവസം വൻമഴ പെയ്യുമ്പോൾ ഇതിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. അവസാനം ഗിരിപ്രഭാഷണം കഴിഞ്ഞപ്പോൾ 28, 29 വാക്യങ്ങൾ, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്കുകളുടെ പ്രത്യേകത എന്നാ? വലിയ വാഗ്മിയായിരുന്നെന്നോ വലിയ വാക്ചാതുര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല. അവൻ സംസാരിച്ചപ്പോൾ അധികാരമുള്ളവനായിട്ട് അവൻ സംസാരിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കാരണം, നമുക്ക് വേണ്ടി മരിച്ചു, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി അർപ്പിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. ശിഷ്യന്മാരെ നോക്കിയിട്ട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളും എന്നെ വിട്ടു പോകുന്നില്ലേ? ഇപ്പൊ ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസ്, എവിടെ പോകാനാ കർത്താവേ? നിങ്ങളല്ലോ ജീവമൊഴികൾ ഉള്ളത്. ഈ കർത്താവിൻ്റെ വചനങ്ങളുടെ പ്രത്യേകത, അധികാരമുള്ള വചനങ്ങളാണ് കർത്താവിൻ്റെ. അവൻ്റെ അധികാരം എവിടുന്നാ ലഭിച്ചത്? അവൻ ദൈവമായിരുന്നു എന്നുള്ളത് 1. 2, പിതാവിനോട് അവൻ അനുസരണം കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ വചനത്തിന് അധികാരം വേണമെങ്കിൽ അനുസരണമുള്ള ജീവിതം നാം ജീവിക്കണം. സോ അതോറിറ്റി കംസ് ഫ്രം ഒബീഡിയൻസ്. അധികാരം വരുന്നത് അനുസരണത്തിലൂടെ ആണ്. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നാം തിരിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ഒരുപാട് ബൈബിൾ പഠിക്കുന്നുണ്ട്, ഞാനും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ വചനമനുസരിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അനുസരണം ബലിയേക്കാൾ വലുതാകുന്നു. ഞാൻ അത് ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഞാൻ ക്രിസ്തുവിനെ അറിയുന്നുണ്ടോ, ഞാൻ അവൻ്റെ വചനത്തെ അനുസരിക്കുന്നുണ്ടോ, ക്രിസ്തു എന്നെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നാം ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഒരു സജഷൻ, ഇടയ്ക്കിടയ്ക്ക് ഈ ഗിരിപ്രഭാഷണം ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണുക, നമ്മുടെ ജീവിതത്തെ ഒന്ന് ബെഞ്ച് മാർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ സ്റ്റഡിയിൽ ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വചനം അനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഒരുപാട് വചനം പഠിച്ചു, ഒരുപാട് വചനം പഠിച്ചു. ആ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിൻ്റെ മേൽ ഞങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ, ആ വചനം അനുസരിച്ച് ജീവിപ്പാൻ, നല്ലതുപോലെ വിധിക്കുവാൻ, കർത്താവെ, ആവശ്യമില്ലാതെ കുറ്റം പറയാനല്ല, ആളുകളുടെ മേൽ വിരൽ ചൂണ്ടാൻ വേണ്ടിയല്ല, എന്നാൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ നല്ലതുപോലെ വിധിക്കാനുള്ള കൃപ, പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പലപ്പോഴും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. നിന്റെ ഈ ഗിരിപ്രഭാഷണം ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളെ സഹായിക്കണം, അങ്ങേപ്പോലെ ആയിത്തീരുവാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.